മിസ്സാണ്. അരിത്തമെറ്റിക് ഓഫ് പാർട്സ് എന്ന് പറയുന്ന, അതായത് ഭാഗക്കണക്കുകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിനുണ്ട്. ആ ഓണം എക്സാം തകർത്തെഴുതാൻ ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മിസ് പഠിപ്പിച്ചു തരട്ടെ. ഫുൾ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അതും വളരെ കുറച്ച് സമയം കൊണ്ട്. ഇതിലാദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് 2 ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനാണ്. 2 ഭിന്നസംഖ്യകളെ കൂട്ടാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്ററുകൾ, അതായത് ഛേദങ്ങൾ, താഴെയുള്ള നമ്പേഴ്സ് സെയിം ആണോ എന്ന് നോക്കണം. ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്, സെയിം അല്ലേ? സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആ 8 തന്നെ ഉത്തരത്തിൽ എഴുതുക, മുകളിൽ ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക. 1 + 2 എത്രയാണ്? 3/8. കഴിഞ്ഞടാ മക്കളെ, കഴിഞ്ഞു. ഇതാണ് ആൻസർ. ഇതേപോലത്തെ വേറൊരു ചോദ്യം തരട്ടെ. 1/4 + 2/4 എത്രയാണ്? 1/4 + 2/4 എത്രയാണ്? അപ്പൊ ഇവിടെ നോക്കുക, ഇതും 4 ഇതും 4, അപ്പൊ ആൻസറിലും 4. ഇനി മുകളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം. സോ ദ ആൻസർ ഈസ് 3/4. സിമ്പിൾ അല്ലേ? ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഡിനോമിനേറ്ററുകൾ സെയിം ആണോ നോക്കുക, ജസ്റ്റ് എഴുതുക, ആഡ് ചെയ്യുക, മുകളിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, ഇവരെ നമ്മൾ ആഡ് ചെയ്യുക, ആൻസർ ആയി. അപ്പോ നമ്മളുടെ അടുത്ത ചോദ്യം, ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിലോ? വെയിറ്റ്, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ് അല്ലേ? ഇത് 4 ആണ്, ഇത് 8 ആണ്, സെയിം ആണോ? സെയിം അല്ല. 4 എന്ന് പറയുന്നത് 8നോട് ഈക്വൽ അല്ല. പക്ഷേ ഈ 4നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. ശരിയല്ലേ? ഇവിടെയുള്ള 4ഉം ഇവിടെയുള്ള 8ഉം ഈക്വൽ അല്ല. പക്ഷെ ഈക്വൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്? ഇവിടെയുള്ള 1/4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. മുകളിലും താഴത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 1/8. അപ്പൊ ഇത് എന്ത് വരും? 1 × 2 എന്ന് പറഞ്ഞാൽ 2 വരും, 4 × 2 എന്ന് പറഞ്ഞാൽ 8 വരും, ഈ പ്ലസ് 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 1/8. ഇപ്പൊ ഡിനോമിനേറ്ററുകൾ സെയിം ആയില്ലേ? ഇപ്പൊ ഡിനോമിനേറ്ററുകൾ സെയിം ആയി. 8 അങ്ങനെ തന്നെ എഴുതുക, മുകളിലുള്ള ആൾക്കാരെ കൂട്ടുക, 2 + 1, അതായത് 3/8 എന്നാണ് ആൻസർ. സിമ്പിൾ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററുകൾ സെയിം അല്ല എങ്കിൽ ഇവിടെ നോക്കുക, 1/3 + 5/6. 1/3 + 5/6 എത്രയായിരിക്കും ആൻസർ? നമ്മൾ ആലോചിക്കൂലേ? 1/3 ആണ്, ഇവിടെ 5/6 ആണ്. എന്താ ചെയ്യാ? നമ്മൾ ഡിനോമിനേറ്റർ നോക്കുക. ഒരാൾ 3 ആണ്, ഒരാൾ 6 ആണ്. സെയിം ആണോ? സെയിം അല്ല. ഡിനോമിനേറ്റർ സെയിം അല്ല. പക്ഷെ നമുക്ക് സെയിം ആക്കാൻ പറ്റും. എങ്ങനെ? ഈ 3 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആകും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മുകളിലും താഴത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ വരിക? 1 × 2 2, 2 × 3 അല്ലെ, 3 × 2 6 വരും, പ്ലസ് 5/6 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? മുകളിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, താഴെയുള്ള നമ്പർ അതുപോലെ എഴുതുക. കാരണം ഡിനോമിനേറ്ററുകൾ സെയിം ആണ്. അപ്പൊ അതുപോലെ എഴുതുന്നു, മുകളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യുന്നു, 2 + 5. ഉത്തരം വരുന്നത് 7/6. ഇനി ഇങ്ങനെയും അല്ല. ഡിനോമിനേറ്ററുകൾ ഇവിടെ നോക്കി, 2 = 5 ആണോ? അല്ല. ഇനി 2നെ ഞാൻ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 5 കിട്ടുമോ? അതും ഇല്ല. 2നെ നിങ്ങൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, 2നെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, 2നെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, 5 കിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പൂമ്പാറ്റ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുക, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 1 × 5 ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് 1 × 5 പ്ലസ്, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 2 × 3, 2 × 3 ഡിവൈഡഡ് ബൈ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 × 5. ഒരു ബട്ടർഫ്ലൈ പോലെ ഇല്ലേ കാണാൻ? ഓക്കെ. 1 × 5 എന്ന് പറഞ്ഞാൽ 5, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 11/10 എന്ന് വരും. സംഗതി ക്ലിയർ ആയോ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 5 × 1, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 3 × 2, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 2 × 5 ചെയ്യുക. സിമ്പിൾ. 11/10 ഇസ് ദ ആൻസർ. ഓക്കെ. അങ്ങനെയാണ് നമുക്കൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. 1/2 + 1/3. 1/2 + 1/3 ഡിനോമിനേറ്ററുകൾ സെയിം ആണോ? അല്ല. 2 ≠ 3 ആണ്. 2ഉം 3ഉം ഈക്വൽ അല്ല. 2നെ നിങ്ങൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 3 കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ബട്ടർഫ്ലൈ മെത്തേഡ് ആണ്.
ആദ്യം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം 3 into 1, അതായത് 1 into 3 പ്ലസ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 2 into 1 ഡിവൈഡഡ് ബൈ 2 into 3. അപ്പൊ എന്ത് വരും? 3 plus 2 divided by 6, അതായത് 5/6. ക്ലിയർ ആണ്? ഈ പറഞ്ഞിരിക്കുന്ന 3 കേസ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി സബ്ട്രാക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സബ്ട്രാക്ഷൻ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലേ? ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 4 അതേപോലെ തന്നെ എഴുതണം. മുകളിലുള്ള ആൾക്കാരെ സബ്ട്രാക്ട് ചെയ്യണം. 3 - 1 2/4. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അഡിഷൻ മാറി സബ്ട്രാക്ഷൻ ആകുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മുകളിലും താഴത്തും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 4/5 - 2/15. നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? 4 = 15 ആണോ? ഒരിക്കലും അല്ല. പക്ഷേ ഈ 5നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 ആകും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മുകളിലും താഴത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിന്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കുക, 4 into 3 എത്രയാണ്? 12 ആണ്. 5 into 3 എത്രയാണ്? 15 ആണ്. -2/15 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി, മുകളിലുള്ള ആൾക്കാരെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് വന്നു? 10/15 എന്ന് വന്നു. ഇനി മുകളിലും താഴത്തും നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2/3 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഇതാണ്. ഡിനോമിനേറ്റേഴ്സ് എന്തല്ല? സെയിം അല്ല. 5 not equal to 3 ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബട്ടർഫ്ലൈ മെത്തേഡ് ആണ്. ബട്ടർഫ്ലൈ മെത്തേഡ് എന്താണ്? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക 2 into 5 മൈനസ്, ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് കേട്ടോ. ഇനി ഇവർ രണ്ടുപേരെയും ഇൻറ്റു ചെയ്യുക 3 into 1 ഡിവൈഡഡ് ബൈ 3 into 5. അപ്പൊ 2 into 5 ചെയ്യുമ്പോൾ 10 വരും, -3 വരും, 15 എന്ന് വരും. അപ്പൊ 10 - 3 എത്രയാണ്? 7 ആണ്. 7/15 എന്ന ആൻസർ വരും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഇവരിൽ ആരാണ് വലുത് അല്ലെങ്കിൽ ഇവരിൽ ആരാണ് ചെറുത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ഫ്രാക്ഷൻ കാണാം. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ മുകളിൽ ആരാണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഡിനോമിനേറ്റേഴ്സ് അതായത് താഴെയുള്ള ആൾക്കാർ സെയിം ആണെങ്കിൽ ഇതിൽ ആരാണ്, മുകളിലുള്ള നമ്പേഴ്സിൽ ആരാ വലുത് നോക്കുക. 2 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത്. അപ്പൊ ആ ഒരു ഫ്രാക്ഷൻ ആണ് വലുത് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല. പക്ഷെ ന്യൂമറേറ്റേഴ്സ് മുകളിലുള്ള നമ്പേഴ്സ് സെയിം ആണ്. അപ്പൊ താഴത്ത് ആരാണോ ചെറുത് എന്ന് നോക്കുക. ഇതാണ് ചെറുത്, ആ ഫ്രാക്ഷൻ ആണ് വലുത്. നേരെ തിരിഞ്ഞു വരും. മുകളിലുള്ള നമ്പേഴ്സ് സെയിം ആണെങ്കിൽ താഴെയുള്ള നമ്പേഴ്സിൽ ആരാണോ വലുത് അതാണ് ചെറുത്. ഇവിടെ ആരാ വലുത്? 5 ആണ് വലുത്. അതിനർത്ഥം ഈ ഫ്രാക്ഷൻ ആണ് ചെറുത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാ ഫ്രാക്ഷൻസിലും യൂസ് ചെയ്യാം. സെയിം ആയാലും സെയിം ആയില്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം. സംഗതി എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 3 into 1 ചെയ്യാം. 3 into 1 എത്രയാണ്? ഇവിടെ 3 വരും. 2 into 2 എത്രയാണ്? 4. അതിനർത്ഥം ഈ 1/2ലും 2/3ലും ആരാണ് വലുത്? ഇവിടെ 4 അല്ലേ നമുക്ക് കിട്ടിയേ? അപ്പൊ ഇയാളാണ് വലുത്. ഈ സാധനം നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. ഇവിടെ നോക്കുക, 5 into 3 ഇവിടെ 15 വന്നു. 4 into 3 ഇവിടെ 12 വന്നു. അപ്പൊ 15 വന്നത് ഇവിടെയാണ്. ഈ ഫ്രാക്ഷൻ ആണ് വലുത്. ഇനി ഇവിടെ നോക്കുക, 5 into 2 ഇവിടെ 10 വന്നു. 5 into 3 ഇവിടെ 15 വന്നു. അപ്പൊ 15 എവിടെയാ വന്നു വെച്ചാൽ അതാണ് വലിയ നമ്പർ. അതായത് ഇതിൽ ആരാണോ വലുത് ഇയാളല്ലേ വലുത്. അപ്പൊ ഇതായിരിക്കും വലിയ. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു ഫുൾ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ട്രിക്കും ടിപ്സും ഒക്കെ മിസ് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ചാപ്റ്റർ ഇതുവരെ പഠിക്കാത്ത ആൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് വരുന്ന ഒരു 90% ചോദ്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി വരാനുണ്ട്. അപ്പൊ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം മക്കളെ. ഫസ്റ്റ് ചാപ്റ്ററിന് 2 പാർട്ടുകൾ ഫ്രീ ആണ്. ആ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. ഇപ്പൊ ഓഫറോട് കൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീ ഡിസ്കഷൻസും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ആപ്പിൽ കിട്ടും. അപ്പൊ പഠിച്ച് കയറി അടിപൊളിയായിട്ട് ഓണം എക്സാം എഴുതാം.